മാസങ്ങൾ നീണ്ട നേതൃചർച്ചയ്ക്കൊടുവിൽ സംസ്ഥാനത്ത് പാർട്ടി തലപ്പത്ത് അഴിച്ചുപണി നടത്തിയിരിക്കുകയാണ് കോൺഗ്രസ്. കെ സുധാകരനു പകരം പേരാവൂരിൽ നിന്ന് 3 തവണയായി നിയമസഭയിലേക്ക് ജയിച്ചു കയറിയ സണ്ണി ജോസഫ് MLA ആണ് ഇനി കേരളത്തിൽ പാർട്ടിയെ നയിക്കുക. സംസ്ഥാനത്ത് അനായാസമായി നേതൃമാറ്റം ഉണ്ടാകും എന്നതായിരുന്നു ആദ്യഘട്ടത്തിലെ സൂചനയെങ്കിലും ദിവസങ്ങൾ പിന്നിട്ടപ്പോൾ ഹൈക്കമാൻഡ് തന്നെ തലവേദനയായി മാറിയ ഒരു വിഷയമായിരുന്നു കേരളത്തിലെ നേതൃമാറ്റ വിഷയം. കെ സുധാകരനെ പിണക്കാതെ മുന്നോട്ടു പോകാൻ ആദ്യമൊക്കെ ശ്രമം നടത്തിയെങ്കിലും ഫലം കണ്ടില്ല. എന്നാൽ ഹൈക്കമാൻഡുമായി യോഗത്തിൽ പങ്കെടുത്ത ശേഷം തിരിച്ചെത്തിയ സുധാകരൻ മാധ്യമങ്ങളോട് തനിക്കെതിരെ പാർട്ടിയിൽ നീക്കം നടക്കുന്നുവെന്ന് തുറന്നടിച്ചതോടെ കാര്യങ്ങൾ മാറിമറിഞ്ഞു. അവസാന നിമിഷം സണ്ണി ജോസഫ് MLA KPCCയുടെ പുതിയ അധ്യക്ഷനായി തിരഞ്ഞെടുക്കുകയും ചെയ്തു. അത്തരമൊരു തീരുമാനം എടുക്കാനായിരുന്നെങ്കിൽ എന്തിന് കെ സുധാകരന് പ്രതീക്ഷകൾ നൽകിയെന്നതും ഒരു ചോദ്യമാണ്. എന്തായാലും പുതിയ അധ്യക്ഷൻ എന്നത് ഒരു MLA മാത്രമല്ല എന്നതാണ് പ്രത്യേകത. നിലവിൽ വക്കീൽ വേഷമിടാറില്ലെങ്കിലും പാർട്ടിക്കാർക്ക് സണ്ണി വക്കീലാണ്. KSU വഴിയായിരുന്നു അദ്ദേഹത്തിന്റെ രാഷ്ട്രീയത്തിലേക്കുള്ള ചുവടുവെപ്പ്. പ്രവർത്തനങ്ങൾക്ക് ഫലമെന്നോണം 2011 നിയമസഭയിലേക്ക് ആദ്യ മത്സരം. അതിൽ എതിർ സ്ഥാനാർത്ഥിയായിരുന്ന ശൈലജ ടീച്ചർക്കെതിരെ ജയം. പിന്നീട് 2016 2021 ആ ജയം ആവർത്തിക്കുകയും ചെയ്തു. എന്നാൽ 4 വർഷം ഒരേ സ്ഥാനത്തിരിക്കുമ്പോൾ ആർക്കായാലും മടുക്കുമെന്നാണ് പുതിയ നിയമനം വന്നപ്പോൾ കെ സുധാകരന്റെ അഭിപ്രായം. കെ സുധാകരനെ അനുകൂലിക്കാൻ ഒരുപാട് പോസ്റ്ററുകളും അനുകൂലികളും ഉണ്ടായെങ്കിലും അവിടെയൊന്നും ലക്ഷ്യം കണ്ടില്ല. ജനനായകൻ KS തുടരണമെന്നും സേവ് കോൺഗ്രസ് എന്നുമൊക്കെ പല പോസ്റ്ററുകൾ പലയിടങ്ങളിൽ പതിഞ്ഞെങ്കിലും പണം കളയുക എന്നല്ലാതെ മറ്റൊരു പ്രയോജനവും അതിനുണ്ടായില്ല എന്ന് തന്നെ വേണം കരുതാൻ. ഇത് ആദ്യമായല്ല ഹൈക്കമാൻഡും ഗ്രൂപ്പുകാരും ചേർന്നുള്ള തർക്കത്തിൽ KPCC പ്രസിഡന്റുമാരുടെ നിയമനത്തിൽ പുകമറ സൃഷ്ടിക്കുന്നത്. 2001 തെന്നല ബാലകൃഷ്ണപിള്ളയിൽ തുടങ്ങിയ ആ ചരിത്രം ഇപ്പോൾ കെ സുധാകരനിൽ എത്തി നിൽക്കുന്നു. കേമന്മാരായി സമൂഹത്തിന് മുൻപിൽ അവതരിപ്പിച്ച ശേഷം അവസാനം പരാജയപ്പെട്ടവരായി ചിത്രീകരിച്ച് പുറത്തുവിടും. തെന്നല ബാലകൃഷ്ണൻ, K മുരളീധരൻ, PP തങ്കച്ചൻ, രമേശ് ചെന്നിത്തല, VM സുധീരൻ, MM ഹസൻ, മുല്ലപ്പള്ളി രാമചന്ദ്രൻ തുടങ്ങിയവരെ പല കാരണങ്ങളുടെ അടിസ്ഥാനത്തിലായിരുന്നു മാറ്റി നിർത്തിയത്. എന്നാൽ ഇന്ന് കോൺഗ്രസിനെ സെമി കേഡർ പാർട്ടിയാക്കുമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയനെ പുറത്താക്കുമെന്നും വീമ്പ് പറഞ്ഞ് സുധാകരനെ ആദ്യമൊക്കെ തോളിലേറ്റിയെങ്കിലും പിന്നീട് സുധാകരനും ആ ഒരു അവസ്ഥയിൽ എത്തേണ്ടി വന്നു എന്നതും യാദൃച്ഛികത. ഇവിടെ കൊണ്ടൊന്നും അവസാനിക്കുന്നില്ല. അടുത്ത തിരഞ്ഞെടുപ്പിന് മുന്നേയുള്ള ഈ മാറ്റം പ്രതീക്ഷയ്ക്കുള്ള മാറ്റമോ എന്ന് നമുക്ക് കണ്ടു തന്നെ അറിയാം. ശത്രുക്കൾക്ക് പോലും ആക്ഷേപമില്ല ഈ തീരുമാനത്തിൽ. എന്നിരുന്നാലും അവിടെ പോലും ഒരു രാഷ്ട്രീയമുണ്ടെന്ന് ഓർക്കേണ്ടതാണ്. എതിരാളി ശക്തനാവുന്നതും ശക്തനാവാതിരിക്കുന്നതും രണ്ടു കൂട്ടർക്കും അതിനെ ഉപയോഗപ്പെടുത്താൻ സാധിക്കും. എന്നാൽ സണ്ണി ജോസഫ് പുതിയ നേതൃത്വം ഏറ്റെടുക്കുമ്പോൾ എന്ത് മാറ്റമുണ്ടാകും എന്നതാണ് ചോദ്യം. എന്തു തന്നെയായാലും സണ്ണി ജോസഫിൽ പ്രതീക്ഷ അർപ്പിക്കുന്നവരിൽ ബഹുഭൂരിപക്ഷം കോൺഗ്രസ് നേതാക്കളുണ്ട്. അതിന് എന്തായിരിക്കും കാരണം? അത് മറ്റൊന്നുമല്ല, സണ്ണി ജോസഫിന്റെ രാഷ്ട്രീയത്തിലേക്കുള്ള ചുവടുവെപ്പ് തന്നെയാണ്. കെ സുധാകരൻ DCC പ്രസിഡന്റായ സമയത്ത് പിൻഗാമിയായി വന്ന വ്യക്തി കൂടിയാണ് സണ്ണി ജോസഫ്. സണ്ണി ജോസഫിൽ പ്രതീക്ഷ അർപ്പിച്ച് കാത്തിരിക്കുകയാണ് കോൺഗ്രസ് നേതൃത്വം ഇനിയുള്ള നാളുകളിൽ.